ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു Q&A ആയിട്ട് വന്നേക്കാണ്. Q&A ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് സെറ്റായിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, ഇതാണ് റൈറ്റ് ടൈം. നമുക്കപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വായിക്കാം കേട്ടോ. പ്രഗ്നൻസി പ്ലാൻ ചെയ്തത് എത്ര മന്ത് കഴിഞ്ഞിട്ട് എത്ര മന്ത് കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻ്റ് ആയത്? അപ്പം ആക്ച്വലി നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്തത് കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്നാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടായത്. അങ്ങനെയാണ്. അപ്പം നമ്മളുടെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ Q&Aയിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 years ഇല്ലാതെ നമ്മൾ നോക്കുന്നില്ല എന്നൊക്കെ. പിന്നെ എല്ലാവരും പറഞ്ഞു എൻ്റെ ഏജും ഹസ്ബൻഡ് ഏജും കൺസിഡർ ചെയ്ത്, അത് ശരിക്കുള്ളൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴും കുറച്ച് ഏർലി പ്രഗ്നൻസി ആണ് ഏറ്റവും നല്ലത് അല്ലേ? നമ്മുടെ ഒരു ഏജ് കൂടുന്തോറും അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മുടെ എഗ് ക്വാളിറ്റി കുറയും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അത്രയും 2 years നിങ്ങൾ വെയിറ്റ് ആക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിച്ച സമയത്ത് ദൈവം തന്നില്ല എന്ന് വരും. അപ്പോൾ പ്ലാൻ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, 1 year കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ബേബി പ്ലാനിങ് ആവാം, ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഈ ജൂണിലാണ് ആക്ച്വലി 2 years ആവുന്നുള്ളൂ. നമ്മുടെ ഈ ജൂണിലാണ് 2 years ആവുന്നത്. നമ്മൾ എന്താ പറയുക, ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് തോന്നുന്നു, ഫെബ്രുവരിയോ മാർച്ചിലാണ് നമുക്ക് ഓക്കെ എന്നാൽ ഇനി ബേബിക്ക് വേണ്ടി പ്രിപ്പയർ ആയാലും നോക്കിയിട്ട്. പക്ഷേ ഇതുവരെ നമ്മളങ്ങനെ ഒരു ഓവുലേഷൻ ടൈം നോക്കിയിട്ടോ ഇന്ന ബേബി വേണം എന്ന് അത്രയും ഡെസ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ ഇതുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. എന്താ പറയുക, കോൺട്രാസെപ്ഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യലൊക്കെ നിർത്തി. എന്ന് പറയുന്നത് കോണ്ടം കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവം യൂസ് ചെയ്യലൊക്കെ നിർത്തി. ആവെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളൊരു ഇതിലായിരുന്നു നമുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ മനസ്സിൽ 2 years എന്നാണല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓവുലേഷൻ ഡേറ്റ് കറക്റ്റായിട്ട് നോക്കുക അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അത്രയും ഡെസ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടില്ല. നമുക്ക് ബേബി ആയി 2 years ആയിട്ടും നമ്മൾ ആയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് സ്കാൻ ചെയ്യണം, ഡോക്ടറിനെ കാണിക്കണം, ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ചെക്കപ്പൊക്കെ നടത്തണം. എൻ്റെ ഹസ്ബൻഡിന് ചെക്കപ്പ് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കാരണം ഞാൻ ഇതുവരെ PCOD കാര്യങ്ങളൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എനിക്കങ്ങനെ എന്തെങ്കിലും PCOD തൈറോയിഡോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനും ഹസ്ബൻഡും അങ്ങനെ ഒരു പ്ലാനിലുണ്ടായിരുന്നു. 2 years കഴിഞ്ഞിട്ടും നമുക്ക് അതേപോലെ ആയില്ലെങ്കിൽ ആക്കാമെന്ന്. അതിന് മുമ്പേ നമുക്കായി. അതാട്ടോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റോറി ഉണ്ടായിരുന്നു. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിൽ കൂടെ, ട്രീറ്റ്മെൻറ്റ് വല്ലതും എടുത്തിരുന്നോ? ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഈവൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഓവുലേഷൻ്റെ ടൈം പോലും നോക്കിയിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ആക്കിയിട്ടില്ല. കാരണം ഞങ്ങൾ 2 പേർക്കും ഒരു 2 years അതിൻ്റെ ഉള്ളിൽ ഒരു ബേബി 2 years കഴിഞ്ഞിട്ട് ഒരു കുട്ടീന്നായിരുന്നു നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിന് മുമ്പ് വേണമെന്നായി. അപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ ചേച്ചി PCOD എനിക്കൊരു വില്ലനാണ്, ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ ഒരു 10 പെൺകുട്ടികളെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു 8 പെൺകുട്ടികൾക്ക് PCOD ഉണ്ടായിരിക്കും. ഇത് ഞാൻ മറ്റു ശരിക്കുള്ള കണക്കെടുത്തിട്ട് പറഞ്ഞൊന്നല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ജനറലായിട്ട് ഞാൻ പറഞ്ഞു. അത്രയും കോമൺ ആയിട്ടുള്ള ഒന്നാണ് PCOD എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് PCOD ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എനിക്ക് PCOD ഉണ്ടെന്ന്. കാരണം എനിക്ക് പീരിയഡ്സ് ഒക്കെ റെഗുലർ, പിന്നെ എനിക്ക് അങ്ങനെ പിമ്പിൾസ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു നമ്മൾ PCODക്ക് ഇന്ന സിംറ്റംസ് എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് PCOD ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അത് പ്രശ്നമൊന്നുമില്ല, കാരണം PCOD ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ PCOD പക്ഷേ വില്ലനാണെന്ന് ചോദിച്ചാൽ ചിലവരുടെ കേസിൽ വില്ലനാണ്. PCOD ആയിക്കഴിഞ്ഞാൽ ചിലവർക്ക് പ്രഗ്നൻ്റ് ആവാൻ ഭയങ്കര ഡിലേ ആവും, ചിലവർക്ക് ആവാതിരിക്കും. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചിട്ട് PCOD ഉള്ള ആൾക്കാർക്ക് പ്രഗ്നൻ്റ് ആവില്ല എന്ന് ഒരു നിയമവും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് എനിക്ക് PCOD ഉണ്ടായിരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആയി. പ്രത്യേകിച്ച് ഒരു മെഡിക്കേഷൻസോ ഒന്നും തന്നെ ഇല്ലാണ്ട് ഞാനായി. അങ്ങനെ ആവുന്നവരും ഉണ്ട് കേട്ടോ. PCOD ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആവുന്നവരുണ്ട്. പക്ഷേ ചിലപ്പോൾ ഇതേപോലെ ഡിലേ. പക്ഷേ നമ്മൾ PCOD അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡോക്ടറിൻ്റെ മെഡിസിൻസും നമ്മൾ എക്സസൈസും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു വില്ലനായിട്ട് സംഭവിച്ചേക്കാം. പ്രഗ്നൻസി ടൈമിലെ സെക്സിനെ കുറിച്ച് പറയുമോ? മാസ്റ്റർബേഷൻ ചെയ്യുന്നതുകൊണ്ട് ബേബിക്ക് ദോഷമുണ്ടോ? ഇപ്പോൾ
പ്രഗ്നൻസി ടൈമിൽ സെക്സ് പാടില്ല എന്ന് എവിടെയില്ല. പക്ഷേ അത് ഓരോരുത്തരെ പ്രഗ്നൻസി എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിക്ക് ഇരിക്കും. നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും എല്ലാവരും പ്രഗ്നൻസി ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് ഒരു കുഴപ്പമില്ലാതെ ഹെൽത്തി പ്രഗ്നൻസി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് സെക്സ് ഡോക്ടർ തന്നെ പറയും സെക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നും, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ എക്സാമ്പിൾ ലോ ലൈൻ പ്ലസൻറ്റയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെക്സ് അവോയ്ഡ് ചെയ്യാൻ തന്നെ പറയും, ഡോക്ടർ തന്നെ പറയും. കാരണം നമുക്ക് അധികം ശരീരം ഇളക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പം എൻ്റെ കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ഏത് പ്രഗ്നൻസി ഏത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ പറയാം, എനിക്ക് ഉള്ളൊരു സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് സെക്സ് ഇപ്പോൾ അവോയ്ഡ് ചെയ്യണം. സെക്സ് അത്ര നല്ലതല്ല ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത്. കാരണം എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുഞ്ഞു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ പ്രഗ്നൻസി എങ്ങനെ ഇരിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും സെക്സ് പാടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ മാസ്റ്റർബേഷൻ പാടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർബേഷന് കുഴപ്പമൊന്നുമില്ല. പ്രഗ്നൻസി ടൈമിൽ മാസ്റ്റർബേഷൻ ചെയ്തു എന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാസ്റ്റർബേഷൻ ചെയ്തുകൊണ്ട് ഹെൽത്തിന് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രഗ്നൻസിയിൽ ബ്രസ്റ്റിൽ മിൽക്ക് വരുന്നത് എപ്പോൾ മുതലാണ്? ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് 8 മാസം മുതലേ ചിലവർക്ക് മിൽക്ക് വന്ന് തുടങ്ങും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെന്താ ചേച്ചി എന്താ പഴയ പോലെ വീഡിയോസ് ഇടാത്തത്? എനിക്ക് പ്രഗ്നൻസി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടൻറ്റ് ഇപ്പോൾ ഇടാനുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ എവിടെയും പുറത്ത് പോകുന്നില്ല, ഒന്നും പോലെ ഞാൻ ബെഡ് റെസ്റ്റിലാണ്. അപ്പോൾ വീട്ടിൽ തന്നെയാണ്, ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് ചെയ്യില്ല. ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ടൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിരിക്കും. അതേ എനിക്ക് ചെയ്യാൻ ഇപ്പം നിവൃത്തിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ സമയത്ത് കഴിക്കുന്ന ഫുഡ്, ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടൻറ്റ് ചെയ്യാനും താല്പര്യമില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ 4 months ആവുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ചെയ്തേക്കുന്നത് ടോട്ടൽ 3 വീഡിയോസാണ്. 3 വ്ളോഗാണ് ഞാൻ ആകെ ഇട്ടേക്കുന്നത്. ഷോർട്സ് ഇടുന്നേ ഇല്ല. അപ്പോൾ ഞാൻ അത്രയും ഇനാക്റ്റീവാണ് യൂട്യൂബിൽ എന്ന് പറയുന്നത്. എന്നിട്ട് പോലും ഞാൻ ലാസ്റ്റ് ഒരു വ്ളോഗ് ഇട്ടതിൽ എന്ത് പ്രഹസനമാണ്, ഇതാണ് വീഡിയോസ് തന്നെ ഞാൻ ഇടുന്നില്ല. ഞാനൊരു പ്രഗ്നൻസി കണ്ടൻറ് ആക്കണ്ടെന്നും എനിക്ക് എൻ്റെ സന്തോഷങ്ങൾ കാണിക്കണ്ടെന്നും വെച്ചിട്ട് ഞാൻ ഇടാത്ത തന്നെ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ അത്രയും പ്രശ്നം. പിന്നെ ഞാൻ ഇടാത്തത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ ഒരു മെൻ്റൽ പീസിനും, വെറുതെ നമ്മൾക്ക് കുറേ നെഗറ്റിവിറ്റിയുടെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഒത്തിരി നെഗറ്റിവിറ്റിയുടെ ആവശ്യം നമുക്കില്ല. ഇപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടത് പീസ്ഫുൾ ആയിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാക്കുക, അതൊക്കെയാണ്. അപ്പോൾ വീഡിയോസിന് കുറച്ച് മാറിക്കും. പക്ഷേ ഞാൻ ആക്റ്റീവായി തുടങ്ങും. ഇപ്പോൾ ഞാനും ഒന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും പതുക്കെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങും. ഇനി ശരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട് ഓരോരോ കണ്ടൻറ്റ് ആക്കി വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡബിൾ മാർക്ക് ടെസ്റ്റ് എത്ര വീക്കിൽ ചെയ്യണം? അതുപോലെ ഡബിൾ മാർക്ക് ടെസ്റ്റ് 13, എനിക്ക് 13 വീക്സ് ആയപ്പോൾ ഒരു NT സ്കാൻ കഴിഞ്ഞു. ആ NT സ്കാനിൽ കഴിഞ്ഞ ഉടനെ വിത്തിൻ 24 hours 48 hours ഇതിലെത്രയോ മണിക്കൂറിൽ വേണം നമ്മൾ ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെയാണ് അവർ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ 13 വീക്സിലാണ് ചെയ്യേണ്ടത്. നമ്മുടെ NT സ്കാൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ 8 months പ്രഗ്നൻ്റ് ആണ്. എൻ്റെ കഴുത്തിൽ ഡാർക്ക് മാർക്സ് ഉണ്ട്. അത് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളും പ്രഗ്നൻസി ടൈമിൽ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ഈ പിഗ്മെൻറ്റേഷൻ ഉള്ള സാധനം. അത് പൊതുവേ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫെയ്ഡാവും. ബേബി പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ബേബി പ്ലാനിങ് എന്നും പറഞ്ഞിട്ട് ഒന്നും ഞാൻ പ്രിപ്പയർ ആയിട്ടോ ഒന്നും ശ്രദ്ധിച്ചിട്ടോ ഇല്ല. മനസ്സിൽ വെറും ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ ഇത്രയും സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോ ചെയ്യുകയും ഇത്രയും ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസും ചെയ്യുന്ന ഞാൻ ആഗ്രഹിക്കാന്നല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിൽ നിന്ന് ഈടാക്കില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ്, പ്രഗ്നൻസിക്ക് നിങ്ങൾ പ്രിപ്പയർ എന്ന് വെച്ചാൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തോട് നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. ഫോളിക് ആസിഡ് ഒരിക്കലും പ്രഗ്നൻ്റ് ആയതിനു ശേഷം കഴിച്ചു തുടങ്ങേണ്ട ഒരു സാധനമല്ല.
ഫോളിക് ആസിഡ് നമ്മൾ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടിട്ടേ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഒരു ഫോളിക് ആസിഡ് കഴിക്കാം, അത് നല്ലതാണ്. ഓക്കെ, നമ്മൾ പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ എക്സസൈസിലായിക്കോട്ടെ, ഡയറ്റിലായിക്കോട്ടെ, എല്ലാത്തിലായിക്കോട്ടെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഭയങ്കര കോമൺ ആണ് പ്രഗ്നൻസിയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഡോക്ടറിനെ കാണിച്ച് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുക്കുകയും വെയിൽ കൊള്ളുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. മുട്ട, പാല്, പഴം ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഫോളോ. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒരു പ്രഗ്നൻ്റ് ആവാൻ തയ്യാറെടുക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്, ബേസിക് കാര്യങ്ങളാണ്. ഇപ്പം ഞാനിതൊന്നും നോക്കാത്തതുകൊണ്ട് കാരണം തന്നെ എനിക്ക് വൈറ്റമിൻ ഡി എനിക്ക് ഒട്ടുമില്ലായിരുന്നു. ഒട്ടുമില്ല എന്ന് വെച്ചാൽ ഒട്ടുമില്ല വൈറ്റമിൻ ഡി. അപ്പം ഞാൻ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്, വെയിൽ കൊള്ളുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ അതിലേക്കൊന്നും എത്തിക്കേണ്ട, അതിന് മുമ്പേ നിങ്ങളിതൊക്കെ സെറ്റാക്കി തുടങ്ങാം. ഹലോ അസ്ല, എനിക്കിപ്പോൾ 27 വയസ്സാണ്. 6 വയസ്സുള്ളൊരു മകനുണ്ട്. ഇപ്പോൾ ബേബി പ്ലാനിങ് ഇല്ല. ഒരു 6 months ആയി PCOD ടാബ്ലറ്റ് എടുക്കുന്നു, ഹോർമോണൽ മെഡിസിൻ എടുക്കുന്നുണ്ട്. എനിക്ക് ഇനി പ്രഗ്നൻസി ചാൻസ് കുറവാണ്. എല്ലാവരും പറയുന്നു ഇനി ബേബി പ്ലാനിങ് തുടങ്ങിക്കോ എന്ന്. ബട്ട് നൗ ഐ ആം നോട്ട് പ്രിപ്പയർഡ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമോ? അയ്യോ, 6 വയസ്സുള്ള മോനുള്ളത് തന്നെ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്കൊരു മോന് ഉണ്ട് അല്ലേ, നമുക്ക് ഓൾറെഡി ഒരു മോനുണ്ട്. അപ്പം നമ്മൾ ഇല്ലാതിരിക്കുകയല്ല, ഒരു വിഷമം ഇല്ലാതിരിക്കുകയല്ല. അപ്പം നിങ്ങൾ പ്രിപ്പയർഡ് അല്ല, നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട, ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. കാരണം PCODയുടെ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്, PCOD ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ആവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ആവും. അപ്പോൾ നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സന്തോഷത്തിലേറെ വിഷമമായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പം നിങ്ങൾ എപ്പോഴാണോ മെൻ്റലി പ്രിപ്പയർഡ് ആവുന്നത് അപ്പോൾ ട്രൈ ചെയ്യുക. അപ്പോൾ ആയാലായി, ദൈവം നമുക്ക് എന്താണോ വെച്ചേക്കുന്നത്. ആയില്ലെങ്കിലും വിഷമിക്കാനില്ലല്ലോ, നമുക്കൊരു പൊന്നു മോൻ കൂടെ ഉണ്ട് അല്ലേ, അങ്ങനെ സന്തോഷിക്കുക. ഇതാണ് നമുക്ക് ദൈവം കരുതി വെച്ചേക്കുന്നത് നോക്കുക. പക്ഷേ ഫുള്ളി പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം ഒരു ബേബിക്ക് ചിന്തിക്കുക, അല്ലാണ്ട് ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല കേട്ടോ അത് ചിന്തിക്കേണ്ടത്. ഹിലയ്ക്ക് ഇതുവരെയുള്ള ഒരു പ്രഗ്നൻസി ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? എനിക്ക് 3 months വരെ എനിക്ക് ഫുഡിനോടുള്ള ഭയങ്കര ദേഷ്യം. ഫുഡ് എനിക്ക് ഒന്ന് ടേസ്റ്റിൽ ആസ്വദിച്ച് കഴിക്കാൻ പോലും പറ്റിയിരുന്നില്ല. എനിക്ക് ഫുഡേ കഴിക്കാൻ പറ്റിയിരുന്നില്ല, ഒട്ടും പറ്റിയിരുന്നില്ല. എനിക്ക് ഫുഡിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ വിചാരിക്കും വൊമിറ്റിങ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. വൊമിറ്റിംഗ് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് അങ്ങനെ വൊമിറ്റിംഗ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, വല്ലപ്പോഴും വൊമിറ്റിംഗ് വന്നാലായി. പക്ഷേ ഈ ഫുഡ് കഴിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മുന്നിലുണ്ടാവുക, ആ ഫുഡ് കഴിക്കാൻ പറ്റാതിരിക്കുക, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതായിരുന്നു എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ഷീണം, രാവിലെ ഭയങ്കര ക്ഷീണമായിരിക്കും, ഒരു ഉച്ചയ്ക്ക് 3 മണി വരെ ക്ഷീണമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഫുള്ളി ആക്റ്റീവായിരിക്കും. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 3 months കഴിഞ്ഞ് ഇപ്പോൾ 4 months ലെവലിൽ അതിൽ എനിക്ക് ഫുഡൊക്കെ എനിക്ക് പഴയ പോലെ ടേസ്റ്റ് ആസ്വദിക്കാനും കഴിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് മാത്രമേ വൊമിറ്റിംഗ് ഉണ്ട്. ക്ഷീണം ഇതേപോലെ 3 മണി വരെ ഒരു ക്ഷീണമുണ്ട്, അത്രയേ ഉള്ളൂ. എനിക്ക് 2 അബോർഷൻ സംഭവിച്ചു. RBS, TSH, CBC, AMH, ICT, പ്രോലാക്റ്റിൻ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തു, നോ പ്രോബ്ലം. എന്തായിരിക്കും റീസൺ? എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണ്. ഐ എം 23 years old. മാരേജ് കഴിഞ്ഞു 2 years ആയി. എനിക്കൊരു ആ ഒരു വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം ഒരു അബോർഷൻ സംഭവിക്കുക എന്ന് പറയണത് ഒരു അമ്മനെ സംബന്ധിച്ച് അതൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിയുമ്പോഴേ നമ്മളൊരു അമ്മയായി കഴിഞ്ഞു അല്ലേ, നമ്മളൊരു അമ്മയായി എന്ന് തന്നെ പറയാം. അപ്പോൾ അതിലൊരു നമുക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോഴുള്ളൊരു വിഷമം അതൊരു വലിയ വിഷമം തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം, നമ്മൾ പഴയ ആൾക്കാരൊക്കെ പറയില്ലേ 3 മാസം വരെ പ്രഗ്നൻസി ആരോടും പറയരുത്, അത് വളരെ രഹസ്യമാക്കി വെക്കണം, അനൗൺസ് ചെയ്യരുത് കാര്യം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 മാസത്തിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ അബോർഷൻസ് സംഭവിക്കുക. ഓക്കെ, നമ്മൾ പ്രഗ്നൻ്റ് ആയി എന്ന് വിചാരിച്ചത് ഇതെല്ലാം സക്സസ് ആവണം എന്നില്ല, അതൊരു 9 മാസം 10 മാസം പോകണം എന്നില്ല. കാരണം അതൊരു പ്രകൃതി നിയമമാണ്. ഏറ്റവും നല്ല, നമ്മൾ പറയില്ല ഒരു നല്ല വിത്തേ മുളയ്ക്കുള്ളൂ എന്ന് പറയില്ല, അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. നമ്മളുടെ എഗ് ക്വാളിറ്റിയും അത്രയും നല്ലൊരു ക്വാളിറ്റി എഗ്ഗും അത്രയും നല്ലൊരു ക്വാളിറ്റി സ്പേമും ഒക്കെ ആണെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിന് നമ്മളെ വയറ്റിൽ ഗ്രോത്ത് ഉണ്ടാവുകയും ആ കുഞ്ഞ് പുറത്ത് വരികയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രകൃതി നയമായതുകൊണ്ട് അത് നമ്മളുടെ വയറ്റിൽ നിന്ന് തന്നെ ഇല്ലാതാവും. അതാണിത്. അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ക്വാളിറ്റിയുടെ കാര്യം കൊണ്ടോ മറ്റുമായിരിക്കും. അപ്പോൾ വേറെ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല ദൈവഭാഗ്യമാണ്,
അതൊരു നിലക്ക് അതൊരു നിലക്ക് സത്യമുള്ള ഒരു കാര്യമാണ്. കൂടുതലും ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോഴും പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ 4 months ആവാണ്, പക്ഷേ എനിക്ക് കുഞ്ഞ് പുറത്ത് വരുമ്പോൾ അല്ലാതെ എനിക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല എന്ത് സംഭവിക്കും നാളെ. ദിവസം പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി എനിക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടറിനെ കാണാം, എന്താണ് എവിടെയാണ് പ്രശ്നം എന്നറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ 2 abortions, ഇപ്പോൾ 23 വയസ്സല്ലേ, ഇതിൽ വയസ്സ് പറഞ്ഞിട്ടില്ല, സോറി. അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞുതരും ഓരോ വഴികൾ എന്തെന്നുള്ളത്. വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, തളരേണ്ട ഒരു ആവശ്യമില്ല. കാരണം ചിലപ്പോൾ നമ്മളുടെ റൈറ്റ് ടൈം ആയിട്ടുണ്ടായിരിക്കില്ല, ഇതായിരിക്കില്ല നമ്മുടെ സമയം. പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു സമയത്തായിരിക്കും നമുക്ക് ബേബി വരുന്നുണ്ടായിരിക്കുക. ഡോക്ടറിനോട് ചോദിക്കുക എന്താണ് വേണ്ടത്, നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താം. പിന്നെ ഹസ്ബൻഡും വൈഫും കൂടി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രഗ്നൻ്റ് ആയിട്ട് 6 months വരെ എല്ലാം ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഗ്രോത്ത് സ്റ്റോപ്പായി, ഇപ്പോൾ അബോഷനായി, പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്തില്ല, നാച്ചുറലി അബോഷൻ ആയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്ന് ഇങ്ങനെ ഗ്രോത്ത് സ്റ്റോപ്പ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ? ഇങ്ങനെ അബോഷനായ നെക്സ്റ്റ് പ്രഗ്നൻസി പെട്ടെന്ന് പ്ലാൻ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ചില ആളുകൾ പറയുന്നത് കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം, മറ്റു ചില ആളുകൾ പറയുന്നു അങ്ങനെ ഒന്നുമില്ല എന്ന്. അപ്പോൾ ഫുള്ളി കൺഫ്യൂസ്ഡായി. ഇതാണ് ഞാൻ എൻ്റെ സിസ്റ്ററായിട്ട് കാണുന്നതാണ് ചേച്ചിനെ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ഇപ്പോൾ കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞില്ലേ അത്. പിന്നെ അബോഷൻ കഴിഞ്ഞ ഉടനെ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇപ്പോൾ വേണ്ട, കുറച്ച് ടൈം എടുക്കാൻ പറയുന്നത്. നമ്മൾ മെൻ്റലി തകർന്നിരിക്കുന്നൊരു സമയമായിരിക്കും അല്ലേ, നമ്മൾ ഇമോഷണലി ഫിസിക്കലി നമ്മൾ ഭയങ്കര ഡ്രെയിൻഡ് ആയിരിക്കും, നമുക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെ ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ വേണ്ടത് നമുക്കൊരു മാക്സിമം റെസ്റ്റും, നമ്മൾ തന്നെ നമ്മുടെ കുറച്ച് ക്വാളിറ്റി ടൈമും, നമ്മൾ തന്നെ നമ്മളുടെ ഒന്ന് ഇമോഷണലി നമ്മളൊന്ന് സെറ്റ് ആവൊക്കെ വേണ്ടത് അല്ലേ. ആ ടൈമിൽ തന്നെ നമ്മൾ പ്രഗ്നൻസി ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവും. അത് വെച്ചിട്ടാണ് മിക്ക ആൾക്കാരും പറയുന്നത് ഇപ്പം തന്നെ ആക്കാണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് ആക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേബിക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അങ്ങനെ ആക്കാം. ഏറ്റവും വലുത് അമ്മയുടെ മാനസികാവസ്ഥയാണ്, അമ്മ മെൻ്റലി ഫിസിക്കലി പ്രിപ്പയർഡ് ആണോ എന്നുള്ളതാണ്. കാരണം ഒരു അബോഷൻ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അമ്മനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അച്ഛനെ സംബന്ധിച്ചായിക്കോട്ടെ അത് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് എന്താണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അത് ചെയ്യാന്നേ ഞാൻ പറയുള്ളൂ. അതെൻ്റെ മാത്രം ഒരു ഇതാട്ടോ. പ്ലാൻഡ് ആയിരുന്നു പ്രഗ്നൻ്റ് ആയത് ഉറപ്പായിട്ടും, എന്നുവെച്ചാൽ ആഗ്രഹിച്ചിട്ടാണ് പ്രഗ്നൻ്റ് ആയത്. പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനായിട്ട് അങ്ങനെ അല്ലെങ്കിലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. പിന്നെ അയ്യോ, ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, സോറി കേട്ടോ. How to deal with unplanned pregnancy and hating your baby because of of career, etc. എനിക്ക് ഇതിനു മുമ്പ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാൻ പ്രഗ്നൻ്റ് ആണ്. എൻ്റെ മിക്ക വീഡിയോസിലും ആ കമൻറ്റ് വന്നിട്ട്, ചേച്ചി ഞാൻ പ്രഗ്നൻ്റ് ആണ് പക്ഷെ അത് അൺപ്ലാൻഡ് ആണ്, ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പക്ക ഞാനിപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഒരു പുരോഗമന ചിന്താഗതിക്കാരിയോ അങ്ങനെയായിട്ടോ ഒരു ഫെമിനിസ്റ്റ് അങ്ങനെയൊന്നും തന്നെ എടുക്കരുത്. ഞാനൊരു സാധാ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാനൊരു അമ്മയാവാൻ പോവാണ്, ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുവാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് നമ്മൾ പ്രഗ്നൻ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് എടുത്ത ഡിസിഷനാണ് ആക്ച്വലി. അത് എത്ര അൺപ്ലാൻഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ സൊസൈറ്റി ജീവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സെക്സ് ചെയ്ത് നിങ്ങളൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെയാണ് സെക്സ് ചെയ്തെങ്കിൽ അവിടെ ചാൻസ് ഉണ്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആവും എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. അത് ഓവുലേഷൻ ടൈം ആവണം തന്നെ ഇല്ല, ഏതൊരു ടൈമിൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. നിങ്ങൾക്ക് അഥവാ പ്രഗ്നൻ്റ് ആവണ്ട, നിങ്ങളിപ്പോൾ പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാർഗമുണ്ട്. ഓക്കെ, ഇനി കോണ്ടം യൂസ് ചെയ്യണ്ട. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് ഇല്ലാണ്ട് നിങ്ങൾ ചെയ്തു IPIL, എമർജൻസി പിൽ. അത് എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമേ അല്ല, പക്ഷേ എപ്പോഴെങ്കിലും ഒരു വട്ടം നിങ്ങൾ പ്രൊട്ടക്ഷനിലാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ IPIL കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അൺപ്ലാൻഡ് പ്രഗ്നൻസി നിങ്ങൾക്ക് തടയാൻ പറ്റും.
അതല്ല അതൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്തില്ല, ഒരു പ്രിക്കോഷൻസ് കൊടുത്തില്ല, നമ്മൾ സെക്സ് ചെയ്യുകയും ചെയ്ത്, നമ്മൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്ത്, അത് എന്നിട്ട് നമ്മളുടെ കരിയർ, നമ്മളുടെ സുഖ സൗകര്യം, നമ്മുടെ കാര്യങ്ങൾ, നമ്മളുടെ സത്യം പറഞ്ഞ സെൽഫിഷ് ആക്റ്റാണ് അത് ആക്ച്വലി. ഒരു കുട്ടീനെ പിന്നീട് അയ്യോ ഇതെൻ്റെ അൺപ്ലാൻ പ്രഗ്നൻസി, എനിക്ക് ഈ കൊച്ചിനെ വേണ്ട, എനിക്ക് ഈ കൊച്ചു പറ്റത്തില്ല, എനിക്ക് ഈ കൊച്ചിനി വേണ്ട എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു സെൽഫിഷ് ആക്റ്റാണ് അല്ലേ? എത്രയോ ആൾക്കാർ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, എത്രയോ പേര് ഒരു കുഞ്ഞിന് വേണ്ടി വഴിപാടും നേർച്ചകളും പലതും ചെയ്യുന്നു. എത്ര ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാത്ത കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തരുമ്പോൾ നമ്മളത് വേണ്ട വേണ്ട എന്ന് പറയുന്നത് അതൊരു ഇതല്ലേ? അതിനേക്കാളും നല്ലത് എന്താ? തടയലാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമേ ഇല്ലാതാക്കലാണ് അല്ലേ? അല്ലാണ്ട് നമുക്കൊരു വയറ്റിലായി നമ്മൾ എന്തൊക്കെ വന്നാലും നമുക്കുണ്ടായ ഒരു കുഞ്ഞിനെയാണ് നമ്മൾ അബോർട്ട് ചെയ്ത് കളയുന്നത് അല്ലെ? നമ്മളിപ്പോൾ നേരത്തെ 2 മെസ്സേജ് കണ്ടു, അവർക്ക് അബോർഷൻസ് ആയിട്ടുള്ള വിഷമം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളായിട്ട് ഇൻറ്റൻഷനലി നമ്മൾ എന്നിട്ട് ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്യാന്നൊക്കെ പറയണത് പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്കത് ഗിൽറ്റ് അടിക്കാതിരിക്കാൻ നിങ്ങൾ നോക്കണം. ഇത് ഞാൻ വെറും ഒരു അമ്മയുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഇനി ഞാനൊരു സയൻറ്റിഫിക് വെച്ച് ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് കുട്ടിക്ക് വേണ്ട എന്നുണ്ടെങ്കിലാണെങ്കിൽ അബോർഷൻ ചെയ്യാനുള്ള വഴിയുണ്ട്. അതിന് നിങ്ങൾ ആരും തടയുന്നില്ല. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബോർഷനുള്ള വഴികളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി തരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഞ്ഞ് വേണ്ട ഇതുണ്ടെങ്കിൽ ഇത് വേണ്ട. കാരണം ഒരു കുഞ്ഞ് പുറത്ത് വന്ന് അനുഭവിക്കണേക്കാളും സ്ട്രഗിൾ ചെയ്യുന്നേക്കാളും എത്രയോ നല്ലതാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ 2 ആസ്പെക്ട്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുഞ്ഞ് ഇപ്പോൾ വേണ്ട, നിങ്ങളുടെ കരിയറും ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും മെയിനെങ്കിൽ അബോർഷൻ ചെയ്യാനുള്ള ജസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ മതി. അമ്മയുടെ മാത്രം കൺസെൻറ്റ് മതി, വേറെ ആരുടെയും കൺസെൻറ്റ് അതിൽ ആവശ്യമില്ല. ഈവൻ ഹസ്ബൻഡിൻ്റെ പോലും ആവശ്യമില്ല, പാരൻസിൻ്റെ പോലും ആവശ്യമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഒരു കുഞ്ഞായിക്കഴിഞ്ഞ് അപ്പോൾ നിങ്ങളാവാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ അത്രയും ഇതാണെങ്കിൽ ആവാതിരിക്കാൻ നോക്കുക അബോർഷൻ ചെയ്യണേക്കാളും മുമ്പ്. സെക്സിൻ്റെ ഇടയിൽ വെജൈനിൽ നിന്ന് യൂറിൻ പോലെ ഒരുപാട് വെള്ളം വരുന്നു. ഇത് ഓർഗാസം സംഭവിക്കുമ്പോൾ വരുന്നതാണോ? പ്ലീസ് റിപ്ലൈ, ലവ് യു. സ്ക്വാട്ടിംഗ് എന്ന് പറയും, ചിലവർക്ക് സ്ക്വാട്ടിംഗ് സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഡൈല്യൂട്ടഡ് യൂറിൻ എന്നാണ് പറയാം. അത് ചിലവർക്ക് വരും, അത് കോമൺ ആണ്. എന്തൊക്കെ ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്ക് പല ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇമോഷണലി, ഫിസിക്കലി എനിക്ക് ഒരുപാട് ചേഞ്ചസ് എന്തൊക്കെയോ. പാൻഡാ ഒരുപാട് ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് എന്ത് തരത്തിലുള്ള കെയറിങ് ആണ് വേണ്ടത്? നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് മൂഡ് സ്വിങ്സും നമുക്ക് ഒരുപാട് നമ്മൾ തന്നെ അറിയാതെ പല ചേഞ്ചസിൽ കൂടെ പോകുന്നൊരു ടൈമാണ്. നമ്മുടെ മൂഡിന്ന് വെച്ചാൽ റോളർ കോസ്റ്ററോ അല്ല, ഇന്ന തരപ്പിൽ നമുക്കിങ്ങനെ സ്വഭാവം മാറും. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഹസ്ബൻഡ്. ഇതാണ് ഈ സമയത്ത് വേണ്ടതെന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കുന്ന, നമ്മളെ കൂടുതൽ കുറ്റപ്പെടുത്താത്ത, ശ്വാസം മുട്ടിപ്പിക്കാത്ത ഒരു ഹസ്ബൻഡ്, അതന്നെ വലിയൊരു കാര്യമാണ്. പിന്നെയാണ് കെയറിങ് വരുന്നത്. ഈ ടൈമിൽ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമിലും നമ്മുടെ പോസ്റ്റ്മോർട്ടം ടൈമിലും എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലും നമ്മുടെ ഹസ്ബൻഡ് നമ്മൾ ട്രീറ്റ് ചെയ്യണത് നമ്മൾ ഈ ജന്മം മറക്കത്തില്ല, ഒരിക്കലും മറക്കില്ല. കാരണം നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടത് ടൈം, അറ്റൻഷൻ, കെയർ, പിന്നെ അണ്ടർസ്റ്റാൻഡിങ്. ഇത് ഭയങ്കര മെയിനാണ്. ഇതാണ് നമ്മൾ ഒരു സമയത്തും ഇല്ലെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും. ഹൗ ഈസ് ഹെൽത്ത് ഹീലർ? ഹെൽത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പ്രശ്നമുണ്ട്. ഏജ് പ്രഗ്നൻസി ഡിഫിക്കൽട്ട് ആണോ? വിച്ച് ഏജ് ഈസ് ഗുഡ് ഫോർ ഫസ്റ്റ് പ്രഗ്നൻസി ആൻഡ് ലാസ്റ്റ് വൺ? നമ്മളെപ്പോഴും പറയും ഏജ് പ്രഗ്നൻസിക്ക് അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഡോക്ടേഴ്സ് തന്നെ സ്ഥിരം പറയുന്ന ഒരു കാര്യം എന്താ, നിങ്ങൾ 30 വയസ്സിന് മുമ്പേ ഫസ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യണം അല്ലേ? അത് നമ്മുടെ ക്വാളിറ്റിയും ഒക്കെ വെച്ചിട്ടാണ് അത് പറയുന്നത്.
അപ്പോൾ എപ്പോഴും എന്ന് പറയുന്നത് ഡോക്ടർമാർ പറയുന്ന അനുസരിച്ച് ഒരു 30 വയസ്സിന് മുമ്പ് തന്നെ ഒരു പ്രഗ്നൻറ്റ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ മെൻ്റലി പ്രിപ്പയർഡ് ആവുന്നത്, നമുക്ക് എപ്പോഴാണോ ഒരു കുഞ്ഞ് വേണ്ടത് അപ്പോൾ പ്രിപ്പയർ ആവുക. ഞാൻ അത്രേ പറയുള്ളൂ കേട്ടോ. നിങ്ങൾക്കൊരു അമ്മ ആവാൻ തോന്നുന്നുണ്ടോ അപ്പം മാത്രം ഒരു അമ്മ ആവാം, അല്ലാതെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത്. As a viewer of your channel since couple of years, can I know that everything is okay between you and your husband? Because I felt like you are not much showering your happiness of the pregnancy with your husband. Presence felt like you are less posting about Amjika. Please make clear. സത്യം പറഞ്ഞാൽ എനിക്കിത് ക്ലിയർ ആക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എനിക്ക് നല്ല ഒരാൾക്കും ക്ലിയർ ആക്കേണ്ട ഒരു ആവശ്യമില്ല, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേഴ്സണൽ കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാനും അംജുക്കയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ഞാനും അംജുക്കയും തമ്മിൽ ഇപ്പോൾ ലാസ്റ്റ് ഞാനും അംജുക്കയും കൂടി ഒരു റിയാക്ഷൻ വ്ളോഗ് ഇട്ടേൽ തന്നെ കുറേ പോസിറ്റീവ് കമൻറ്റ്സ് വന്ന്. എന്നാൽ അതേപോലും ഉണ്ട്, ഉമ്മാടെ മുന്നിലാണോ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, ഉമ്മാടെ മുന്നിലാണോ ഇങ്ങനെ കുഞ്ചുന്നത്. ഇതാണ് ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മുതലേ ഞങ്ങൾ ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, സ്നേഹം പ്രകടിപ്പിക്കും. ഞങ്ങൾ കുറേ കാര്യം ഞങ്ങൾ വിചാരിച്ചു എന്തിനാ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന് സ്നേഹം പ്രകടിപ്പിക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടേതായിട്ടുള്ള തിരക്കും കാര്യം. പിന്നെ എനിക്ക് പിന്നെ ഇപ്പം ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഞാനതൊരിക്കലും ഓക്കെ ആൾക്കാരെ കാണിക്കണം എന്ന് വെച്ചിട്ടല്ല. ഈവൻ എൻ്റെ സംസാര രീതി പോലും ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ വീഡിയോ ആണെങ്കിൽ എൻ്റെ സംസാരം ഇതാണ്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വ്ളോഗ് പോലെ ഇപ്പം എൻ്റെ ഉമ്മാടെ കൂടെ, അംജുക്കാടെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ എൻ്റെ സംസാരം വേറെ ആയിരിക്കും, ഒരു കൊഞ്ച് സംസാരമായിരിക്കും. അതെന്ന് വെച്ചാൽ അതാണ് ശരിക്കുള്ള ഹീല. ഇതെന്ന് പറയുന്നത് യൂട്യൂബർ അസ്ലാമാറിലാണ്. മറ്റേന്ന് പറഞ്ഞാൽ കറക്റ്റ് എൻ്റെ വീട്ടുകാരും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തുള്ളൊരു ഹീല. അതെല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അത് കൊഞ്ചലായിട്ടൊക്കെ തോന്നും. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ കൂടുതൽ പേഴ്സണൽ കാര്യങ്ങൾ ഇടുന്നത്, ഞാൻ എന്തിനാണ് എൻ്റെ സമാധാനം കളയുന്നത് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ അംജുക്കാനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്ത. ഒരു പ്രോബ്ലം ഇല്ല. അംജുക്ക ഇത്രയും ദിവസം ഹാപ്പി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം അംജുക്ക തിരിച്ച് അംജുക്കാടെ പപ്പാടെയും മമ്മീനെയും കാണാൻ പോയി, ആറ്റിങ്ങിൽ പോയി. ഇനി 2 ദിവസം കഴിഞ്ഞ് അംജുക്ക UK-ക്കും പോകും. പിന്നെ പ്രഗ്നൻസി എൻജോയ് ചെയ്യുന്നുണ്ടോ? സത്യമായിട്ടും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് മുമ്പത്തെ പോലെ എനിക്ക് പുറത്തിറങ്ങാനോ കറങ്ങാനോ ഒന്നും പറ്റിയില്ല. എൻ്റെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ എനിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നു. ശരിക്കും ഞാനത് മനസ്സറിഞ്ഞ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ആകെയുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് വരണേ, ഓക്കെ, ഹെൽത്തി ആയിട്ട് ബേബീനെ കിട്ടണേ, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ വീട്ടിൽ ഇരിക്കണോണ്ടോ അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് എന്ത് ആയാലും എനിക്ക് കുഴപ്പമില്ല, എത്ര ബുദ്ധിമുട്ടിയാലും അല്ലെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാനത് എൻജോയ് ചെയ്യാണ്. ഈവനിപ്പോൾ ഈ വീഡിയോ ഇടാത്തത് വരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഷമവും ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഹാപ്പിയാണ്, ഓക്കെ, ഞാൻ ഓക്കെയാണ്, കുഞ്ഞ് ഓക്കെയാണ്. ഓരോ സ്കാനിങ് കഴിയുമ്പോൾ കുഞ്ഞ് ഓക്കെയാണ് എന്ന് കേൾക്കുമ്പോൾ, അത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ല. കുഞ്ഞ് ഓക്കെ അല്ലേ, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഓക്കെയാണ്, കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഓക്കെയാണ്, ഓക്കെ, എനിക്ക് ഓക്കെയാണ്. എനിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും സാരമില്ല, പോട്ടെ, കുഞ്ഞ് ഓക്കെയാണല്ലോ. ഇതാണ് എനിക്കുള്ളൊരു സാധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതാണ്. പിന്നെ ഒരുപാട് പേരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, എനിക്കതെന്നെ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ Q&A എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.